ഹായ് ഗായ്സ്, മോൺസ്റ്റർ സീരീസിലെ എപ്പിസോഡ് 3ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. എപ്പിസോഡ് 1ന്റെയും 2ന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കാണൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ എപ്പിസോഡിൽ ആശുപത്രിയിലേക്ക് ഒരു ട്രക്ക് ഡ്രൈവർ പയ്യനെ കൊണ്ടുപോയില്ലേ, അവനെയാണ് എപ്പിസോഡ് 3ന്റെ തുടക്കത്തിൽ കാണിക്കുന്നത്. അവന്റെ അമ്മ അവനെ ശുശ്രൂഷിക്കാനായി അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ ചീഫ് ഓഫീസർ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ആ അമ്മ, എന്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല, അവൻ ഭയങ്കര പാവമാണ് എന്ന് പറഞ്ഞു. ചീഫ് ഓഫീസർ ഹോട്ടൽ ഓണറിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അയാളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചീഫ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് വലിയ കേസൊന്നും കാണില്ല എന്നും പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ അവരെ വിളിച്ചത്. അങ്ങനെ രണ്ടാളും കൂടെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അവൻ അധികം ആൽക്കഹോൾ ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ അളവിലധികം ഗ്ലൂട്ടാമിക് ആസിഡ് അവന്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടെത്തി. ഈ കെമിക്കൽ തലച്ചോറിനെ ഭയങ്കരമായി എക്സൈറ്റ് ചെയ്യിക്കും. അതുവഴി ഓർമ്മക്കുറവും ഹാലുസിനേഷനും ഉണ്ടാവും. പക്ഷേ ഇന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോ അതിന്റെ ലെവലൊക്കെ നോർമലാണ്. ഇന്നലെ അവൻ വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ അവൻ ചെറിയൊരു മയക്കത്തിലാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും ആശ്വാസമായി. അവിടെ നിന്ന് ഇറങ്ങിയ ചീഫ് ഓഫീസറിനെ ഒരു ഓഫീസർ വിളിച്ച് അത്യാവശ്യമായി നിങ്ങളിവിടെ വരണം എന്ന് പറയുന്നു. ശേഷം കോള് ഡിസ്കണക്ട് ആയി. അവർ തിരിച്ച് വിളിച്ചിട്ടും ആരും എടുക്കുന്നില്ല. അടുത്ത സീനിൽ കൗണ്ടി ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും പരസ്പരം ആക്രമിക്കുകയാണ്. യങ്ജു മുകളിൽ നിന്ന് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുകയാണ്. ബേസിക്കലി അവന് ബാക്കിയുള്ളവരെ ബുള്ളി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവനും കൂട്ടുകാരും താഴെ ഇറങ്ങി കാണുന്നവരെ എല്ലാം അടിക്കാൻ തുടങ്ങി. ഗവർണറിനെ കൂടെയുള്ളവർ സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരിൽ ഒരാളും ട്രാൻസ്ഫോമായി ഗവർണറിനെ ആക്രമിക്കാൻ ചെന്നു. അങ്ങനെ ബോധമുള്ളവരെല്ലാം കൂടെ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. കിളി പറന്നു നിന്ന സോജിനെയും ഒരുത്തൻ പിടിച്ചോണ്ട് ഓഫീസിലേക്ക് ഓടാൻ തുടങ്ങി. വഴിയിൽ പെട്ടുകിടന്ന ഹാൻഡോയിനെ സോജൻ രക്ഷിക്കുന്നതായും കാണിക്കുന്നു. ഓഫീസിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇൻഫെക്റ്റഡ് ആയ ഒരാളെ യങ്ജോ അറഞ്ചും പുറഞ്ചാടിച്ച് ഉള്ളിലേക്ക് കയറി ലോക്ക് ചെയ്തു. ഹാൻഡോ തന്നെ രക്ഷിച്ചതിന് സോജിനോട് താങ്ക്സ് പറഞ്ഞു. അപ്പോഴവിടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കൊറിയർമാനെ സോജിൻ കണ്ടു. അവൾ ഇത് കണ്ട് പേടിച്ച് അകത്തേക്കോടി. ശേഷം അവൾ ഹാലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അവൾ കൊറിയർമാനിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി വീട്ടിൽ കയറി. അയാളപ്പോൾ ഡോറിൽ വന്ന് തട്ടുന്നു. ഇത് കണ്ടവൾ പേടിച്ച് ഡോറ് ലോക്കാക്കി ഒരു കത്തിയും എടുത്തു നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞ് ഡോറ് തുറന്ന് സ്കൂളിൽ നിന്ന് അവളുടെ മകള് വരുവാണ്. അച്ഛന്റെ ബർത്ത്ഡേക്ക് കൊടുക്കാനായി അവൾ ഒരു പാവയെ വാങ്ങിയത് സോജിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടേക്കും കൊറിയർമാൻ എത്തി. ഇത് കണ്ടവൾ മകളെയും എടുത്ത് ഒരു റൂമിനുള്ളിലേക്ക് കയറി. ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും ഫോണിലേക്ക് ഗവൺമെന്റിന്റെ മെസ്സേജ് വരുവാണ്. സിറ്റിയെ ഡിസാസ്റ്റർ ഏരിയ ആയി പ്രഖ്യാപിച്ചു. ആർക്കും പുറത്തേക്കും അകത്തേക്കും കയറാൻ കഴിയില്ല. ഇത് കണ്ട് എല്ലാവരും ടെൻഷനായി. അപ്പൊ ഗവർണർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നമ്മളെ രക്ഷിക്കാൻ ഗവൺമെന്റ് എന്തേലും വഴി കണ്ടു വെച്ചിട്ടുണ്ടാകും. സോജന് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പേടിച്ച് തറയിലിരിക്കുകയാവും. നമ്മുടെ മോങ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർ ന്യൂസിൽ ജിന്യൻ സിറ്റിയിലേക്കുള്ള റെസ്ട്രിക്ഷൻ എല്ലാം കാണുന്നു. ഇത് മാത്രമല്ലാതെ എക്സിബിഷന് ആ സ്റ്റാച്ചുവിന്റെ കണ്ണു മൂടാതെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ട് അവർ ഷോക്കാവുന്നു. സിറ്റിയിലേക്കുള്ള എൻട്രി എക്സിറ്റ് പോയിന്റ്സിലെല്ലാം ആർമി നിൽക്കുന്നുണ്ട്. കീഹൂൺ അവിടെ വന്ന് തന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ കള്ളം പറഞ്ഞു നോക്കിയെങ്കിലും ആരെയും അങ്ങോട്ട് കടത്തിവിട്ടില്ല. ഹാസിയൊക്കെ അവിടേക്ക് വന്ന്, ഞാൻ ചീഫ് ഓഫീസറാണ്, എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കൂടി അവളെ കടത്തിവിട്ടില്ല. ഇതെല്ലാം കീഹൂണ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. കൗണ്ടി ഓഫീസിലുണ്ടായിരുന്ന ജനങ്ങൾ ഗവർണറിനോട് ഇതെന്താ സംഭവിക്കുന്നത്, ഇതുവരെ നമ്മളെ രക്ഷിക്കാൻ എന്താ ആരും വരാത്തതെന്നൊക്കെ ചോദിച്ചു. ഗവർണറിന് ഇതിനൊന്നിനും ഉത്തരമുണ്ടായിരുന്നില്ല. അപ്പോ യങ്ജോ, ഇന്നലെ പെയ്ത കറുത്ത മഴയാണ് എല്ലാത്തിനും കാരണം, ഇൻഫെക്റ്റഡ് ആയവരെ കൊന്നില്ലേ അവർ നമ്മളെ കൊല്ലും എന്ന് പറഞ്ഞു. സോജിനാണെങ്കിൽ അവിടെ ഇരുന്ന് വീണ്ടും ഹാലുസിനേറ്റ് ചെയ്യുന്നു. അവൾ മകളെയും കൊണ്ട് ഒരു കബോർഡിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുവാണ്. പുറത്ത് കൊറിയർമാൻ അവരെ നോക്കി നടക്കുന്നു. പുറത്ത് വന്നത് അച്ഛനായിരിക്കുമെന്ന് പറഞ്ഞ് ആ കൊച്ച് പുറത്തേക്കിറങ്ങി. ഇത്ര വരെ ആയതും സോജിൻ മയങ്ങി വീണു. യങ്ജോ ഇവൾ വീണത് കണ്ട് ആ സ്ത്രീ ഇൻഫെക്റ്റഡ് ആണ്, അവരെ കൊല്ലാം എന്ന് പറഞ്ഞു. എന്നാൽ ഹാൻഡോ അതിന് സമ്മതിക്കുന്നില്ല. യങ്ജോന്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഹാൻഡോവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവളെ കൊല്ലാൻ തുടങ്ങി യങ്ജോന്റെ കാല് വരെ അവൻ പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ചുറ്റും നിന്നവരാരും ഒന്നും ചെയ്യുന്നില്ല. കീഹൂൺ അപ്പോ സോജിന്റെ ഫോണിലേക്ക് വിളിച്ചു. കോൾ എടുത്തത് ഹാൻഡോയാണ്. ഞാൻ ഹാൻഡോക്കും, സോജിൻ ഇവിടെ തലകറങ്ങി വീണു എന്നവൻ പറഞ്ഞു. ഹാൻഡോക്കും, നീ സമാധാനിക്കേ,
എന്നിട്ട് നിങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്ന് കിഹോണ് ചോദിച്ചു. ഹാൻഡോക്യൂങ്ങിന്റെ പേര് കേട്ടതും ഹാസയോക്ക് ഫോൺ പിടിച്ചു വാങ്ങി സംസാരിച്ചു. ഞാൻ കൗണ്ടി ഓഫീസിലാണുള്ളത് എന്നവൻ പറഞ്ഞു. അപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഫോണ് ഗവർണർ വാങ്ങി. ഞാൻ ജിന്യാങ് സിറ്റിയുടെ ഗവർണറാണ്. ഞങ്ങൾ കുറച്ചുപേർ കൗണ്ടി ഓഫീസിൽ പെട്ടിരിക്കുവാണ്. എത്രയും വേഗം ഈ കാര്യം പോലീസുകാരെ അറിയിക്ക് എന്നയാൾ പറഞ്ഞു. ഇത് കേട്ട് ഹാസയോക്ക് ഞാൻ ചീഫ് ഓഫീസറാണ്, ആ പയ്യൻ എന്റെ മകനാണ്, ഞങ്ങൾ എത്രയും വേഗം അവിടെ എത്താം എന്ന് പറയുന്നു. നിനക്ക് കാറുണ്ടേൽ നമുക്ക് വേറൊരു കുറുക്കു വഴിയിലൂടെ സിറ്റിയിലെത്താമെന്ന് ഹാസയോക്ക് ഹീറോയോട് പറഞ്ഞു. ഗവർണർ എല്ലാരോടും നമ്മളെ രക്ഷിക്കാൻ പോലീസുകാർ എത്തുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. യങ്ജോ, നിങ്ങളിൽ ആരൊക്കെ ഇന്നലെ പെയ്ത കറുത്ത മഴ നനഞ്ഞ് എന്ന് ചോദിച്ചു. 3-4 പേർ കൈപൊക്കി. യങ്ജോ എല്ലാത്തിനെയും പിടിച്ച് കെട്ടാൻ പറഞ്ഞു. ഇവൻ പറഞ്ഞ പോലെ ചെയ്തില്ലേൽ ഇടി കിട്ടുമെന്ന് പേടിച്ച് കൈപൊക്കിയ എല്ലാവരെയും പിടിച്ചു കെട്ടാൻ തുടങ്ങി. അതിൽ ഗവർണറിന്റെ ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഗവർണർ പോലും പേടിച്ചിട്ട് അവനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹാൻഡോയിനെ കാണിച്ച് എപ്പിസോഡ് തീരുന്നു.